കേബിൾ ടിവി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സിഒഎക്ക് കഴിയുമെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാവനയിൽ കാണുന്ന അതിഭാവുകത്വം കലർന്ന പരിപാടികൾ പലതും നാളെ ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്ന സ്ഥിതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട, ഞാൻ ദീർഘമായൊരു വർത്തമാനം പറയുന്നില്ല. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉള്ള നിരവധിയായിട്ടുള്ള പ്രശ്നം സംബന്ധിച്ച് നമുക്ക് ആ മേഖലയിലുള്ള പ്രശ്നം, KICB സംബന്ധിച്ചുള്ള പ്രശ്നം, അതിന്റെ താരിഫ് സംബന്ധിച്ച പ്രശ്നം, വിവിധ സംഘടനകൾ അതിന്റെ അകത്തുള്ള ഇതിലൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങൾ ചിലപ്പോൾ കൂട്ടായും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും KICBയുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഈ പ്രസ്ഥാനം ഏറ്റവും ഗംഭീരമായ അർത്ഥത്തിൽ നമുക്ക് കേരളത്തിൽ ഒരു നിർമ്മാണ രംഗത്ത് ഊരാലുങ്കൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. ഊരാലുങ്കൽ ചെറിയത്, വളരെ ചെറുത്. ഇപ്പൊ ഏകദേശം 5 ലക്ഷം പേരാണ് അതിലെ എഞ്ചിനീയർമാർ തുടങ്ങി ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിക്കാർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഒരു വിങ്. എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ഒരു സ്ഥാപനമായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ. അതിന്റെ ഭാരവാഹികൾ ജില്ലാ സമ്മേളനം ഇന്നും ഇന്നലെയുമായി കഴിഞ്ഞിട്ട് സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിലെല്ലാം അതിന് ശക്തി പകരാൻ കഴിയുന്ന കാര്യത്തിലുള്ള നല്ല കൂട്ടായിട്ടുള്ള ആലോചന ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് സന്തോഷപൂർവ്വം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. കേബിൾ ടിവി മേഖല നേരിടുന്ന പ്രശ്നങ്ങളിൽ സിഒഎക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇ.ടി. ടൈസൺ എം.എൽ.എ. പറഞ്ഞു. ഇക്കാര്യത്തിൽ നിയമസഭയിലടക്കം താൻ ഇടപെടുമെന്നും എം.എൽ.എ. പറഞ്ഞു. സി മുകുന്ദൻ എം.എൽ.എ. അധ്യക്ഷനായി. ഈ സർക്കാരിന്റെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്താണ് ഈ പ്രദേശത്ത് ചെയ്ത വികസനങ്ങൾ? പരസ്പരം ഒരു ചോദ്യമായി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് നാടിന് വേണ്ട വികസനങ്ങൾ? അതിലൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇനി എന്തൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേരിട്ട് ഇറങ്ങി ഞാനോട് പറയുന്ന ചില കാര്യങ്ങൾ. ഇതുപോലെ തന്നെ നമ്മുടെ ഈ സംഘടനയോടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള സുജിന്തൊക്കെ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മോശമാണ് എന്ന് പറയേണ്ടായി. വളരെ ചെറുപ്പം മുതൽ തന്നെ ഇവരോട് നല്ല ബന്ധമുള്ള രാഷ്ട്രീയത്തിന് അതീതമായി. നമ്മളെവിടെ ചെന്നാലും ചില രാഷ്ട്രീയത്തിന്റെ ചില കുത്തുകളുണ്ടാവുമല്ലോ. ഇതൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഒരു സുരക്ഷമായ രീതിയിലുള്ള ചില സംസാരങ്ങൾ നടത്താനും പരസ്പരം കൈമാറാൻ കഴിയുന്ന സുഹൃത്തുക്കൾ ഇപ്പൊ സ്റ്റേജിലുള്ള ആൾക്കാർ ഒരുവിധ ആൾക്കാരായിട്ട് സംസാരം നടത്താൻ കഴിയുന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഞ്ജുരാജ് മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി CG ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ബിജുകുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ജില്ലയിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഘോഷയാത്ര പിന്നീട് തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമ്മേളനവേദിയായ റിൻസൻ വോഗീസ് നഗറിൽ സമാപിച്ചു. വിവിധ പ്രാദേശിക ചാനൽ പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മേളനത്തിൽ വിതരണം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട COA അംഗങ്ങളെ സമ്മേളനത്തിൽ ആദരിച്ചു.